ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം, ദശകം 63, ഗോവർദ്ധനോദ്ധാരണം. പെട്ടെന്നതാ അമ്പാടിക്കു മുകളിലായി കാണപ്പെട്ടു നീലകാന്തിയേന്തുന്നതം കാർമേഘജാലം. ഇടി മുഴക്കങ്ങൾ തീർത്തു വേദഘോഷങ്ങൾ പോലവേ മൈഹശ്യാമളവർണ്ണനിൻ വരലബ്ധിക്കായി ആലിപ്പഴങ്ങൾക്കുമൊപ്പം അതിഘോരമായ മഴ അമ്പാടിക്കു മുകളിലായി പെയ്യിച്ചു ഇന്ദ്രൻ. അവിടുത്തെ കാരുണ്യമം കടാക്ഷമഴയും പെയ്തു അമ്പാടിവാസികളെല്ലാം ആശ്വാസം കൊണ്ടു. പശുക്കളെ രക്ഷിക്കുന്ന പർവ്വതരാജനാണല്ലോ പരദേവതയായി നമ്മിൽ രക്ഷ ചെയ്യുക. പർവ്വതശത്രുവായിടും ഇന്ദ്രനെയും തടഞ്ഞിടും എന്നു ചൊല്ലി പർവ്വതത്തെ ഉയർത്തി കൃഷ്ണൻ. ഗോവർദ്ധന പർവ്വതത്തെ കുടയാക്കി മാറ്റി കണ്ണൻ ഗോക്കളെല്ലാം ഓടിയെത്തി കണ്ണൻ അരികിൽ. ഗോപന്മാരും ഓടി വന്നു രക്ഷ തേടി നിന്നരികിൽ. ഗോവർദ്ധനഗിരിധാരി ആകുന്ന കണ്ണാം ഫലിതങ്ങൾ ചൊല്ലി ഗോപജനത്തോടു പലവിധം ഫണിതർപ്പം തീർത്ത ഭക്ത രക്ഷകൻ കൃഷ്ണൻ. അടുത്തെത്തി ദേഹത്തൊട്ടി നിന്നിടുന്ന പശുക്കളെ അരുമയായി തലോടിനാൻ ആനന്ദകൃഷ്ണൻ. അതിഭീമാകാരമായ പർവ്വതത്തെ ഉണ്ണിക്കണ്ണൻ അനായാസം പൊക്കിയതു കണ്ടു ഗോപന്മാർ. എന്തോരത്ഭുതമാണിതു, ഗിരിധന്റെ ശക്തിയാണോ എന്നു ചൊല്ലി പരസ്പരം ആശ്ചര്യപൂർവം. ഇവനുടെ അഹങ്കാരം തീർത്തിടും ഞാനിന്നു തന്നെ, ഇന്ദ്രൻ ചിന്തിച്ചുറപ്പിച്ചു മഴ തുടർന്നു. ഏഴകൾക്കും തോഴനായ ഉണ്ണിക്കണ്ണൻ നിഷ്പ്രയാസം 7 ദിനം പർവ്വതത്തെ ധരിച്ചു നിന്നു. അനങ്ങാത്ത പർവ്വതത്തെ ഉയർത്തിയ ഭഗവാനോ അനങ്ങാതെ നിന്നു പെരുമഴയും മാറി. മാരൂതനോ ആഞ്ഞടിച്ചു മഴക്കാറും മാഞ്ഞുവല്ലോ. മാരൂദേശ പിടിയാലെ ഇന്ദ്രൻ ഓടിപ്പോയി. മഴ മാറി ആകാശത്തു വെള്ളി മേഘങ്ങളും വന്നു. മലയുടെ താഴെ നിന്നും മാറി ഗോപന്മാർ. മലയെ ഇറക്കി വച്ചു പൂജ ചെയ്തു ഗോപാലന്മാർ. മംഗളരൂപനാം നിന്നെ കെട്ടിപ്പിടിച്ചു. വരാഹമായി ധരണിയെ ഉയർത്തിയ നിനക്കുണ്ടോ വെറുമൊരു ഗിരിയെ പൊക്കിടാൻ പ്രയാസം. എന്നിങ്ങനെ ദേവകളാൽ സ്തുതിക്കപ്പെട്ടൊരു ദേവാ, എന്നെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. ശ്രീ ആയിരപ്പാശം സർവം ശ്രീകൃഷ്ണാർപ്പണം.